ബലാത്സംഗ കേസിന് നിയമപരമായി നേരിടാൻ വേടൻ തയ്യാറെടുക്കുകയാണ്. ഹൈക്കോടതിയിൽ ഉടൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. തന്നെ വേട്ടയാടുന്നു എന്നും ആസൂത്രിതമായ നീക്കത്തിന് തെളിവ് കയ്യിലുണ്ടെന്നും വേടന്റെ ഒപ്പം നിൽക്കുന്നവർ പ്രതികരിച്ചിട്ടുണ്ട്. യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. എസ് ശരൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശരൺ, നേരത്തെ നമ്മൾ ഈ കഞ്ചാവ് കേസ് വരുമ്പോഴും പുലിപ്പല്ലിന്റെ കേസ് വരുന്ന സമയത്തുമെല്ലാം നമ്മൾ ഇത് കണ്ടതാണ്. എങ്ങനെയാണ് ശരൺ ഈ വേടൻ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കാൻ പോയതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഈ കേസ് ആസൂത്രിതമായിട്ടുള്ള നീക്കം എന്നാണോ വേടനുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്? മാത്രമല്ല, ചില നിർണായകമായ തെളിവുകൾ വേടന്റെ പക്കലുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇത് വേടനെ വേട്ടയാടാൻ വേണ്ടി കേസ് എടുക്കുന്നതിന് മുൻപ് ലഭിച്ച ചില സൂചനകളും ചില തെളിവുകളും വേടന്റെ പക്കലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ ശരൺ? അരുൺകുമാർ, ഈ കേസ് സംബന്ധിച്ച് കൃത്യമായ മുന്നറിയിപ്പ് അല്ലെങ്കിൽ സൂചന തനിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വേടൻ പറയുന്നത്. അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ നടന്നതെന്നുള്ള കൂടിയാണ് ഇപ്പോൾ വേടൻ ആരോപിക്കുന്നത്. ആസൂത്രണ നീക്കത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. അത് ഉടൻ തന്നെ, അതായത് ഒരു ഓഡിയോ ക്ലിപ്പ് തന്നെ ഉണ്ട്, അത് വൈകാതെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാമെന്നുള്ള കാര്യവും വേടൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇത് കേസിനെ ഇപ്പോൾ നിയമപരമായി നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. അത് ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് വേടൻ അറിയിച്ചിരിക്കുന്നത്. വേടന്റെ പ്രതികരണം, പരസ്യ പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മളിപ്പം സംസാരിച്ചതിൽ നിന്ന് വേടൻ പറയുന്നത് ഈ കേസിനെ നിയമപരമായി നേരിടും. അതായത് ഇന്ന് തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം ആസൂത്രിതമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള നീക്കമാണ് തനിക്കെതിരെ നടന്നിരിക്കുന്നത്. നേരത്തെ മീറ്റു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നിരുന്നു. അങ്ങനെ മീറ്റു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ താൻ പറഞ്ഞിരുന്നതാണ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതാണ്. അതിന് പിന്നാലെ ഈ പരാതികളിൽ ഒന്ന് അത് കേസായി മാറുമെന്നുള്ളത്, അങ്ങനെ ഒരു സൂചന തനിക്ക് ലഭിച്ചിരുന്നതാണ്. അതാണ് ഇപ്പോൾ കേസായിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തൃക്കാക്കര പോലീസ് ഒരു വശത്ത് ഈ യുവ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഴയ IPC 376 പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ബലാത്സംഗ കുറ്റമാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. റിപ്പീറ്റഡ് റേപ്പ് ആണ് ചുമത്തിയിരിക്കുന്ന വകുപ്പ്. സ്വാഭാവികമായിട്ടും ഇനി വേടനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോലീസിന് കടക്കണം. പക്ഷെ അതിനു മുമ്പായിട്ട് സ്വാഭാവികമായിട്ടും ചില തെളിവ് ശേഖരണത്തിലേക്ക് കൂടി പോലീസിന് പോകേണ്ടതുണ്ട്. ശരൺ, ഇതൊരു കൺസെൻഷ്വൽ റിലേഷൻ പിന്നീട് തകരുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ മൊഴിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഇൻസ്റ്റാഗ്രാം വഴി അടുക്കുന്നു, അതിനുശേഷമാണ് ഈ ബന്ധം തുടരുന്നത്. കൺസെൻഷ്വലായ ബന്ധം 2 വർഷത്തോളം നീണ്ടു നിൽക്കുന്നു. അതിനുശേഷം ഈ ബന്ധത്തിൽ നിന്ന് വേടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ വേടൻ പിൻവാങ്ങുന്നു. ആ സമയത്ത് പക്ഷേ പരാതി കൊടുക്കുന്നില്ല. അതിനുശേഷം ട്രോമയിലാവുന്നു. പിന്നീട് ഇപ്പോഴാണ് പരാതിയുമായിട്ട് വരുന്നത്. പക്ഷേ വേടന്റെ പക്കലുള്ളത് വളരെ നിർണായകമായ ചില തെളിവുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലെ സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വേടന്റെ പാട്ടധികം ഉൾപ്പെടുത്തുകയും വേടൻ വീണ്ടും തിരിച്ച് ലൈംലൈറ്റിലേക്ക് വരികയും ചെയ്ത സാഹചര്യത്തിൽ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ശബ്ദ സന്ദേശങ്ങൾ വേടന്റെ പക്കലുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത് ശരൺ? തീർച്ചയായിട്ടും വളരെ നിർണായകമായിട്ടുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നുള്ളത് തന്നെയാണ് വേടൻ പറയുന്നത്. നമുക്കറിയാം, നേരത്തെ സമൂഹ മാധ്യമങ്ങളിൽ വേടന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിരുന്നതാണ്. നേരത്തെ ഈ ലഹരി കേസ് വരുന്നു. ലഹരി കേസ് വന്നതിന് ശേഷമാണ് പുലിപ്പല്ല് കേസിലേക്ക് എത്തുന്നത്. അങ്ങനെ പുലിപ്പല്ല് കേസിൽ വേടനെതിരെ ധൃതിപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായാൽ വലിയ വിമർശന സമൂഹത്തിൽ നിന്ന് വരികയും പിന്നീട് അത് നമ്മൾ കണ്ടിരുന്നതാണ് ഏത് വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെന്നുള്ളതാണ്. എന്തായാലും വേടൻ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ച് അതിനെ അതിജീവിച്ചൊക്കെ തന്നെ ജീവിതത്തിൽ മുന്നേറി വന്നുള്ളൊരു ആൾ കൂടിയാണ്. അപ്പോൾ ആ നിലയിൽ തന്നെ വേടന് വലിയ പിന്തുണ ലഭിക്കുന്ന ഈ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലൊരു കേസ് വന്നത് അത് അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കാരണം വേടൻ പറയുന്നത് തനിക്ക് കൂടുതൽ അവാർഡുകൾ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. ഇതോടൊപ്പം തന്നെ തനിക്ക് സമൂഹത്തിൽ നിന്ന് ആകെ തന്നെ വലിയൊരു പിന്തുണ ലഭിക്കുമ്പോൾ തന്നെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു സംഘടിതമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമങ്ങൾ, ഗൂഢാലോചനയാണ് ഇവിടെ നടന്നതെന്നുള്ള കൂടിയാണ് ഇപ്പോൾ വേടൻ ആരോപിക്കുന്നത്. ഇതെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയിൽ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ നമുക്ക് ആ ഓഡിയോ ക്ലിപ്പിലേക്ക് പോകാമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. വളരെ ആസൂത്രിതമായൊരു നീക്കം തനിക്കെതിരെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വേടൻ ഇപ്പോൾ പറയുന്നത്. ഈ കേസ് നിയമപരമായി നേരിടാൻ ഇപ്പോൾ വേടൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ വന്നൊരു കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിലേക്ക് ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് താൻ മാപ്പ് പറയുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് തന്നെ നേരത്തെ വേടൻ പറയുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ആ കേസ് തന്നെയാണിത്, പുതിയ കേസല്ല. ആ കേസ്
കേസ് ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പക്ഷേ വളരെ നിർണായകമായ ചില ശബ്ദ സന്ദേശങ്ങൾ വേടന്റെ പക്കലുണ്ട്. ഈ കേസിന് പോകുന്നതിന് മുമ്പ് തന്നെ ഭീഷണിപ്പെടുത്തുന്നതും ത്രട്ടൻ ചെയ്യുന്നതും അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതടക്കം കോടതിയിൽ സമർപ്പിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വേടന് ഇപ്പോൾ ഒരു കുരുക്ക് ആ അർത്ഥത്തിൽ വേടനുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു യുവ ഡോക്ടറാണ് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് യുവതി കൊടുത്തിരിക്കുന്ന മൊഴി. ആ യുവ ഡോക്ടർ 2001 മുതൽ 2003 വരെയാണ് ബന്ധമുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും നിർണായകമായത് ഇപ്പോൾ ചില ശബ്ദ സന്ദേശങ്ങളാണ്. ആ ശബ്ദ സന്ദേശത്തിൽ ആസൂത്രിതമായ നീക്കമാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ ചില കണ്ടന്റുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ വേടൻ പറയുന്നത്. എന്തായാലും കോടതിയിൽ നേരിടുമെന്ന് തന്നെ പറയുന്നു. കോടതിയിൽ നേരിടട്ടെ, കൂടുതൽ തെളിവുകളും വസ്തുതകളും പുറത്തു വരട്ടെ. ആരെയും അന്യായമായി വേട്ടയാടാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളുടെ നിലപാട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും നേർവഴിക്ക് തന്നെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാവുന്ന പലതരം വെല്ലുവിളികൾ ഉണ്ടാവും. അതാരുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ.